സ്വാതന്ത്ര്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ. ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ മാറ്റ്നി ലൈവിനൊപ്പം ഉള്ളത് എഴുത്തുകാരനും പത്രപ്രവർത്തനവുമായിരുന്ന KG ജ്യോതിർഗുഡ് സാറാണ്. സർ നമസ്കാരം. നമസ്കാരം. സർ, ഞാനിത് വെറുതെ പറയല കേട്ടോ, വളരെ സന്തോഷമുണ്ട് സാറിനോടൊപ്പം സംസാരിക്കാനായിട്ട്. കാരണം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എഴുതുന്ന ഒരാളോടൊപ്പം സംസാരിക്കുക എന്നുള്ളത് ഇന്നത്തെ തലമുറ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, 97 ആണ് ഞാൻ. സോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒപ്പം തന്നെ സാറിൻ്റെ എഴുത്തുകളിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വരുന്നതിന് മുൻപ് 78ാം സ്വാതന്ത്ര്യദിനമാണല്ലോ. അപ്പം ഈ ഒരു സ്വാതന്ത്ര്യദിനം 77 വർഷങ്ങളുടെ ഈ ഒരു സ്വാതന്ത്ര്യദിനവും അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞ സാർ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഇപ്പോൾ നമ്മൾ 77 വർഷം കൊണ്ട് നമ്മൾ ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. വളരെ അഭിമാനപൂർവമായ നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് നോക്കുക, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും വളരെ സ്റ്റഡി ആയിട്ടുള്ള, യാതൊരു വിധമായ രക്തച്ചൊരിച്ചിലോ ഒരു തുള്ളി രക്തം വീഴാതെ പോലെയുള്ള അധികാര കൈമാറ്റം നടക്കുന്ന രാജ്യം. സാങ്കേതികമായിട്ടും അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനം വളരെ ശക്തമാണ്. അതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്കിനിയും കാലങ്ങൾ കഴിയും തോറും കൂടുതൽ മെച്ചപ്പെടുത്തി വരേണ്ടതുണ്ടാവാം. നമ്മൾ പലപ്പോഴും ഈ ചരിത്രത്തെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ, അതല്ലെങ്കിൽ പൊതു മണ്ഡലങ്ങളിൽ നമ്മൾ പലപ്പോഴും ചരിത്രത്തെ നമ്മൾ പരസ്പരം തർക്കിക്കാനും അതേപോലെ ചില കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാനൊക്കെയാണ് ചരിത്രത്തെ ഉപയോഗിക്കുന്നത്. ചരിത്രത്തെ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ചരിത്രത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്ന സാധനം. അപ്പോൾ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുള്ള അവസ്ഥയെ നമ്മൾ കാണണം. ഇപ്പോൾ ഇനി എങ്ങോട്ട് പോകണം, അതിനകത്തൊരു ക്ലാരിറ്റിയുടെ ആവശ്യം ഓരോ വ്യക്തിക്കും ആവശ്യമാണ്, രാഷ്ട്രത്തിനും ആവശ്യമാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും അറിയാം, ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സ്വാതന്ത്ര്യത്തിലേക്ക് മന്ത്രിസഭ നമ്മുടെ പൊതു തിരഞ്ഞെടുപ്പ് നേരിടുന്നതിന് മുമ്പ് തന്നെ 48 ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭം നമ്മളുടെ ഒരു സംവിധാനം ഉരുത്തിരിഞ്ഞു വരുന്നൊരു ഘട്ടമാണ്. അപ്പം അതിനെ നമുക്ക് കാണേണ്ട ഒരു ചരിത്രഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ദേശീയ പ്രസ്ഥാന സമയം. ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചതിൽ അതിൻ്റെ ഒരു മുഖ്യധാരയായിട്ട് ഗാന്ധിജി മുന്നോട്ട് വച്ചിട്ടുള്ള ആ ദേശീയ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ച് നയിച്ച ചില ഘടകങ്ങളുണ്ടായിരുന്നു. ആ ഘടകങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളുടെ ഒരു ഇന്ത്യ കടന്നു പോകുന്നത്. ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഗാന്ധിജിയിൽ നിന്ന് നെഹ്റുവിലേക്കൊരു ഷിഫ്റ്റ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധിജി നമ്മളുടെ ഈ പ്രസ്ഥാനത്തെ നയിച്ചതിനകത്ത് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്നും ഇന്ത്യയെ സ്വതന്ത്രമാക്കുക, രാജ്യത്തെ സ്വതന്ത്രമാക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോളനി ഭരണത്തിൽ നിന്ന് രാജ്യത്തെ സ്വതന്ത്രമാക്കുക എന്നുള്ള പ്രത്യക്ഷമായിട്ടുള്ള ആ ഒരു ലക്ഷ്യമൊന്ന്. 2, അതോടൊപ്പം തന്നെ ആ ഒരു സന്ദർഭത്തെ ഗാന്ധിജി ഉപയോഗിച്ചത് ഓരോ മനുഷ്യനെയും സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള പേടി അകറ്റുക. ആദ്യം ഗാന്ധിജി ചെയ്തു തന്നെ അതാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ പേടി അകറ്റാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ വ്യക്തിയെ ഉത്തരവാദിത്തമുള്ള അവസ്ഥയിലേക്ക് മാറ്റുക. അപ്പോൾ ഇതെല്ലാം ഗാന്ധിജി എവിടെ നിന്ന് സംഭരിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ ആവാഹിച്ചെടുത്ത അതിൻ്റെ ശക്തിയിൽ നിന്നാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തെ നയിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു വന്നത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ അവസ്ഥയിൽ യോഗ്യമായ തീരുമാനം തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ അന്നുണ്ടായിരുന്ന നേതാക്കളിൽ ഒരുപാട് നേതാക്കന്മാർ യോഗ്യരായിരുന്നെങ്കിലും നെഹ്റു പ്രധാനമന്ത്രിയായി വന്നു എന്നുള്ളത് നമുക്കൊരിക്കലും നമുക്ക് മോശമായി കാണാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ വന്ന മാറ്റങ്ങളിലെ പോരായ്മകൾ നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും ഒരു മാറ്റം വരുന്നത് നെഹ്റുവിലാണ്. അപ്പം ഈ രാജ്യത്തിൻ്റെ സംസ്കാരവും അതേപോലെ ഈ ഗ്രാമീണ ജനതയെ ഉദ്ധരിച്ചുകൊണ്ടുള്ളതും, അല്ലെങ്കിൽ ഗ്രാമീണ ജനതയിലേക്ക് അധികാരം കൈമാറി ഗ്രാം സ്വരാജ് എന്ന സങ്കല്പം മുന്നിലേക്ക് വെച്ചൊക്കെയാണ് ദേശീയ സമരം മുമ്പോട്ട് പോയതെങ്കിൽ
നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പാശ്ചാത്യമായ മാതൃക നമ്മളുടെ ഗവൺമെൻറ് സംവിധാനത്തിലേക്ക് വരികയും അവിടെ വെച്ച് ആ ഒരു ഷിഫ്റ്റ് വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം രാജ്യം ഒരുപാട് പുരോഗതികൾ നേടി, ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് കുറേ പാളിച്ചകളും ഉണ്ടായിട്ടുണ്ട്. ഇതിനെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ഈ ഒരു ഘട്ടത്തിൽ ഇപ്പം കൃഷ്ണയുടെ ചോദ്യം നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ഭാവിയിലേക്ക് എങ്ങനെ നോക്കുന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴ് നമ്മൾ ഈ ഒരു 2024 നിന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 1947 അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടായിരുന്ന കാലഘട്ടത്തെ പോലെ സംസാരിച്ചാൽ പോരാ. കാര്യം നമ്മളിപ്പോൾ സംസാരിക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഈ നിർമ്മിത ബുദ്ധി ലോകത്ത് വരുത്തിയ മാറ്റം നമ്മൾ കണ്ടതാണ്. ഇനി വരാൻ പോകുന്ന 2024 ഈ നിർമ്മിത ബുദ്ധിയുടെ പശ്ചാത്തലത്തിൽ ലോകത്ത് മുഴുവൻ വരാൻ പോകുന്ന മാറ്റങ്ങളും എൻ്റെയും നമ്മളുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളുമൊക്കെ നമ്മൾ വളരെ വ്യക്തതയോടുകൂടി കാണേണ്ട ഒരു സന്ദർഭമാണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടെക്നോളജി ഉണ്ടാക്കുന്ന മാറ്റത്തോടൊപ്പം തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതമാണല്ലോ മാറ്റുന്നത്. ഏത് സംഗതിയും ഏത് ശാസ്ത്രവും, അതായത് ഈ ശാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്രം എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രമാണ്. ഏത് ശാസ്ത്രശാഖയാണെങ്കിലും അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സാധനമാണല്ലോ, എന്നുവെച്ചാൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ നമുക്കിത് സഹായകരമായ അല്ലെങ്കിൽ ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാം സംഗതി. അപ്പോൾ അവിടെ ഈ നിർമ്മിത ബുദ്ധിയെ എങ്ങനെ വളരെ വിദഗ്ധമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള തിരിച്ചറിയേണ്ട ഏറ്റവും നിർണായകമായ ഒരു വർഷമായിരിക്കും ഈ 2024 എന്ന് പറയുന്നത്. കാര്യം ഇവിടെ എടുക്കുന്ന നമ്മളുടെ ഓരോ നിലപാടുകളും ഓരോ തിരിച്ചറിവുകളും ഓരോ വ്യക്തിയെ സംബന്ധിച്ച്, ഇപ്പോൾ ഗവൺമെൻറ് ആ രീതിയിൽ ചിന്തിക്കണോ അല്ലെങ്കിൽ ആ രീതിയിൽ ഇപ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആ രീതിയിൽ ചിന്തിക്കുമല്ലോ എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബാധകമാക്കേണ്ട വിഷയമല്ല. കാരണം ഗവൺമെൻറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ ജീവിതത്തെ മാറ്റാം എന്ന് ചിന്തിച്ച് നിൽക്കാനുള്ള സമയം ഇന്ന് വ്യക്തികൾക്കില്ല എന്നുള്ളതാണ്. കാര്യം അത്രയ്ക്ക് വേഗത്തിലാണ് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കിതെങ്ങനെ ഈ പുതിയ സാങ്കേതിക വിദ്യയെ, ഈ നിർമ്മിത ബുദ്ധിയെ അതിവിദഗ്ധമായി മനോഹരമായി ക്രിയാത്മകമായി, ഒരുപക്ഷെ മനുഷ്യ വംശം ഉണ്ടായതിനു ശേഷം ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അത്രയ്ക്ക് സാങ്കേതികമായി മികവുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. അതിനെ എങ്ങനെ അതിമനോഹരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളിടത്താണ് വിജയം. അവിടെ നമ്മളുടെ മുമ്പിൽ വളരെ വ്യക്തതയോടുകൂടി ഈ അല്ലെങ്കിൽ ഈ മാറ്റത്തെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യണമെന്നുള്ളത് ശരിക്കും നമ്മളുടെ മുമ്പിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ നെഹ്റുവിയൻ ഇറായിൽ നിന്ന്, അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ വീക്ഷണങ്ങൾ പലതും പാശ്ചാത്യമായിരുന്നു. പാശ്ചാത്യ പ്രമേയത്തിലൂടെ അല്ലെങ്കിൽ പാശ്ചാത്യ പ്രമാണത്തിലൂടെ പൗരസ്ത്യമായ പ്രമേയങ്ങളെ കണ്ടതിൻ്റെ ചില പാളിച്ചകൾ നെഹ്റുവിൻ്റെ വീക്ഷണത്തിലുണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ നെഹ്റുവിയൻ ഇറയിൽ നിന്ന് ഗാന്ധിജിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അപ്പോൾ ഗാന്ധിജിയെ നമ്മൾ മനസ്സിലാക്കിയതും നമ്മളുടെ ഗാന്ധിയന്മാരിലൂടെ ഗാന്ധിജിയെ മനസ്സിലാക്കിയതുമൊക്കെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ഗുണങ്ങളെ നമുക്ക് മനസ്സിലാക്കുന്നതിൽ നിന്ന് വളരെ ദൂരെയാണ്. വളരെയധികം ഡൈനാമിക് ആയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിപ്പോഴും അതേപോലെ തന്നെ നിൽക്കുകയാണ്. ഇന്ന് ലോകത്തിന് മുഴുവൻ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മനുഷ്യരാശി ഈ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറണമെന്നുള്ളതിൻ്റെ കൃത്യമായ വ്യക്തത ഗാന്ധിജിയിൽ നോക്കിയാൽ കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രൈവസി സംബന്ധിച്ചിട്ടുള്ള, സ്വകാര്യത സംബന്ധിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി വന്നു. ആ വിധിയിൽ പോലും ശരിക്കും പറഞ്ഞാൽ നിഴലിക്കുന്നത് ഒരു പാശ്ചാത്യമായ ഒരു കാഴ്ചപ്പാട് ആ വിധിയിൽ നിഴലിക്കുന്നതാണ്. മറിച്ച് ഇന്നത്തെ സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് സുതാര്യതയും ശൃംഖലാ സ്വഭാവം, നെറ്റ്വർക്കിംഗാണ്, ട്രാൻസ്പാരൻസി നെറ്റ്വർക്കിങ്ങുമാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഗാന്ധിജി എടുത്ത് നോക്കുന്ന സമയത്ത് ഗാന്ധിജിയെ പോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം നഗ്നനായിട്ട് ആശ്രമത്തിൽ നിന്ന് കുളിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അത്ര പോലും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. അതേ സമയത്ത് അത്ര തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈവസി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിട്ടകൾ, അത് കലാപം ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിനെ കൃത്യമായി മാനേജ് ചെയ്യുന്നതിൽ, അദ്ദേഹത്തിൻ്റെ ആ സ്വകാര്യതയിലൂടെ അദ്ദേഹത്തിനെ പ്രവർത്തനക്ഷമമാക്കുന്നതിൽ കാണിച്ചു തന്നത് ശരിക്കും പറഞ്ഞാൽ ഈ
ഡിജിറ്റൽ ഏജിൽ എങ്ങനെയാണ് ട്രാൻസ്പാരൻസിയും പ്രൈവസിയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് മനസ്സിലാക്കാൻ ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജിയുടെ ജീവിതം പോലെ നമ്മുടെ മുമ്പിൽ ഇത്രയും വ്യക്തമായ ഒരു ഉദാഹരണമൊന്നും ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഇല്ല എന്നുള്ളതാണ്. അത്ര ഡൈനാമിക് ആയിട്ടുള്ള ഒരു 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 പ്രായോഗിക പദ്ധതിയാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നും കൂടി എടുത്തു പറയാണ്. സാർ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഏറ്റവും സുവർണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഒരു കാലഘട്ടമാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോഴും ഒരു എന്താ പറയുക സ്വതന്ത്ര ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും പുതിയ തലമുറ ശരിക്കും സ്വതന്ത്രം തന്നെയാണോ? പലപ്പോഴും തോന്നാറുണ്ട് ഞങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ഈ ഒരു ഫ്രീഡം ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. സത്യത്തിൽ എങ്ങനെയാണ് ഒരു പുതിയ തലമുറ ഈ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യേണ്ടത്? ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയതാണ് കൃഷ്ണയുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉദാഹരണത്തിന് ഇപ്പോൾ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കൊളോണിയൽ വാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ്. ഒരു തടവിൽ നിന്ന് മോചനം നേടുന്ന അവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തി, അതല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്ന് ആ ഒരു വിലങ്ങുകൾ മാറുന്ന ഒരു അവസ്ഥയായിട്ടാണ് പലപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യത്തെ കാണുന്ന സാധനം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന വിലക്കുകളും മറ്റേൽ നിന്നൊക്കെ മാറി നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ജീവിക്കാൻ പറ്റുന്നതിനെ സ്വാതന്ത്ര്യമായിട്ട് കാണുന്നുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം അത് എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി വരണം. ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഓരോ നിമിഷവും അയാൾ ഓരോ ചോയ്സസ് ഓരോന്നും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിലേതെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതാണ് നമുക്ക് അനുയോജ്യം എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞു കിട്ടണം. ഇപ്പോൾ ഞാനും കൃഷ്ണയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൃഷ്ണയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്ത് ആശയങ്ങൾ ഞാൻ പ്രകടിപ്പിക്കാൻ തയ്യാറാണ്, ഇതെല്ലാം എൻ്റെ ചോയ്സാണ്. അതേപോലെ കൃഷ്ണയുടെ ചോദ്യങ്ങളും കൃഷ്ണയുടെ ചോയ്സിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ ഈ ചോയ്സിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, തിരഞ്ഞെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. സാധ്യതകൾ ഇഷ്ടം പോലെയാണ്, അവസരങ്ങൾ ഇഷ്ടം പോലെയാണ്, തിരഞ്ഞെടുക്കാനായിട്ടുള്ള സംഗതികൾ ഇഷ്ടം പോലെയാണ്. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമ്മളുടെ അറിവനുസരിച്ച് തിരഞ്ഞെടുക്കുന്നു. എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ തിരഞ്ഞെടുക്കാന്ന് പറയുന്നുണ്ടല്ലോ, അപ്പം എൻ്റെ സ്വാതന്ത്ര്യം ഇതാണ് എന്ന് പറയാനായിട്ട് കഴിയാത്ത പല അവസ്ഥകളും ഉണ്ടാവാറുണ്ട്. ഒന്നെങ്കിൽ നിയമമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ആയിരിക്കാം. എനിക്കിതാണ് ഇഷ്ടം എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ ഇന്നത്തെ പുതിയ തലമുറ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? അത് വളരെ മനോഹരമായൊരു ചോദ്യമാണ്. കാരണം അത് മനുഷ്യൻ ഉണ്ടായ നാൾ മുതൽ ഇനി അവസാനം വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. കാര്യം നമ്മളുടെ ഇഷ്ടങ്ങളെ നമ്മൾ മാനിക്കണം. അതനുസരിച്ച് ഇപ്പോൾ നമ്മളുടെ ഒരു ഇഷ്ടം അത് സാധ്യമാക്കേണ്ടത് നമ്മളുടെ തന്നെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ ഇഷ്ടത്തെക്കുറിച്ചിട്ട് നമുക്കൊരു ധാരണ വരണം. ആ ഇഷ്ടം എന്തുകൊണ്ടുണ്ടാകുന്നു, അത് നിവർത്തിക്കേണ്ടതാണോ, ഞാൻ എൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്ന സമയത്ത് അത് മറ്റൊരാൾക്ക് അതെങ്ങനെ ബാധിക്കും, അത് അയാൾക്കും ഇഷ്ടമോ ഗുണകരമോ ആകുമോ. ഉദാഹരണത്തിന് കൃഷ്ണയുടെ ഈ ചോദ്യം തന്നെ കൃഷ്ണയ്ക്ക് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചോദിച്ചതാണ്. പക്ഷേ ആ ചോദ്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഗുണകരമാകുമോ ഇല്ലയോ എന്നുള്ളിടത്താണ് ഈ ഇഷ്ടത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മേന്മയിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഇഷ്ടം എന്നുള്ള സാധനത്തെ തിരിച്ചറിയാനായിട്ട്. അപ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ള സാധനം തന്നെയാണ്. ഒന്നിലധികം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് ആവശ്യമുള്ളതിനെ അറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ അറിവ് തന്നെയാണ് ഏറ്റവും വലിയ ഫ്രീഡം, അല്ലേ? ഒരു സംഗതിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല, അതിനെക്കുറിച്ച് അറിയുന്ന സമയത്ത് ആ അറിവ് നമുക്ക് അതിനകത്ത് നിന്ന് ആ അറിവില്ലായ്മയിൽ നിന്ന് ഫ്രീഡം തരുന്നു. അപ്പോൾ ഇതൊരു പ്രാഥമികമായി ഇതൊരു വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് പോവുക അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുക എന്നുള്ളത് വ്യക്തിയുടെ ഉദാഹരണമാണ്. അപ്പോൾ നിയമങ്ങളെന്ന് പറയുന്ന സംഗതി നമ്മുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനും ആ സ്വാതന്ത്ര്യം നമുക്ക് സുഖം ഉറപ്പുവരുത്താനുമാണ്. നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ നമുക്കത് സുഖമായിരിക്കണം. എനിക്കിപ്പോൾ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഞാൻ റോഡിൽ കൂടെ കൊണ്ട് എനിക്ക് തോന്നിയ കണക്ക് വണ്ടി ഓടിച്ചാൽ ആക്സിഡൻറ്റിലും പെടും, മറ്റവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള കണക്ക് വണ്ടി ഓടിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആ നിയമം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ നിയമം വൃത്തിയായിട്ട് നമ്മൾ റോഡ് നിയമങ്ങൾ അറിഞ്ഞിട്ട് ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് അതിമനോഹരമായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ
നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് കൃത്യസ്ഥലത്ത് ചെല്ലാനും പറ്റും. അതോടൊപ്പം തന്നെ വളരെ മനോഹരമായിട്ട് യാതൊരു സ്ട്രെസ്സും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റും. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും. അത് എൻജോയ് ചെയ്യാൻ പറ്റും. മനസ്സ് ശാന്തമായിരിക്കും. അതേപോലെ നല്ല കാഴ്ചകളും കാണാൻ പറ്റും. അതുപോലെ വഴിയെക്കുറിച്ചും നമുക്ക് ബോധം ഉണ്ടാവും. അതോടൊപ്പം മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാകത്തില്ല, നമുക്കും അപകടം ഉണ്ടാകത്തില്ല. അത് നമുക്കത് എൻജോയ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ധാരണ വരണം. നിയമങ്ങൾ പാലിക്കണം. ഇപ്പോൾ ചില ബൈക്കിൽ പോകുന്നവർ ഓടിക്കുന്ന കാണാം, ഈ ഹെൽമറ്റ് കയ്യിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് വാഹനം ഓടിക്കുന്നു. ഇപ്പോൾ അടുത്ത സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി. അദ്ദേഹം ഹെൽമറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ബക്കിൾ ചെയ്തിരുന്നില്ല. അപകടം പറ്റി എന്ത് പറ്റി എന്ന് വെച്ചാൽ അത് പൊട്ടിച്ചേറി മുഖത്തൊക്കെ കൊണ്ടുകയറി. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ സേഫ്റ്റിയെ ഉദ്ദേശിച്ചിട്ട് ഉള്ള നിയമമാണത്. അപ്പോൾ ആ സേഫ്റ്റി, എൻ്റെ സേഫ്റ്റിയെ ഉദ്ദേശിച്ചിട്ടുള്ള നിയമമാണ്, അത് ഞാൻ കൃത്യമായിട്ട് പാലിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്ന് ഉത്തരവാദിത്വം എടുക്കുമ്പോഴാണ് ഈ ഹെൽമറ്റിൻ്റെ പ്രയോജനം ഈ മനുഷ്യന് കിട്ടുക. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മറിഞ്ഞു വീണു, മുഖത്തെല്ലാം ചില്ലുകളെല്ലാം അടിച്ചു കയറി സർജറിയും മറ്റ് കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകും. അവിടെ നിയമം ഒരു ബാധ്യതയായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് നിയമത്തിൻ്റെ ഉള്ളിലുള്ള പൊരുൾ എന്താണ്, എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ഉത്തരവാദിത്തത്തിൽ നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് വളരെ മനോഹരമായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകാനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, ഇറങ്ങിത്തിരിച്ച കാര്യം നടക്കാനും ഒക്കെ സാധ്യമാകും. ഇത് സ്വാതന്ത്ര്യമാണ്. അപ്പം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ മാത്രം സ്വാതന്ത്ര്യമല്ല, മറ്റുള്ളവരുടെ സൗകര്യവും കൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനകരമാകണം. ഇപ്പം നമ്മളുടെ വാഹനം നന്നായിട്ട് ഓടിക്കുന്ന കാണുമ്പോൾ വാസ്തവം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കൂടിരിക്കുന്ന ഒരു ആദ്യമായിട്ട് കയറുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പം തോന്നിയെന്നിരിക്കാം, ഓ ഇത് രസകരമായ ഒരു ഡ്രൈവിംഗ് പദ്ധതിയാണല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്വാധീനമായി മാറും. അപ്പോൾ ഇങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ, ഇപ്പോൾ സ്വാതന്ത്ര്യം നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതല്ല സ്വാതന്ത്ര്യം. ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. പുരോഗമനം എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതിനെ ലംഘിക്കുക എന്നുള്ളതല്ല, ചട്ടങ്ങളെ ലംഘിക്കുക എന്നുള്ളതല്ല. ചട്ടങ്ങൾ മാറ്റേണ്ടതാണെങ്കിൽ മാറ്റുക തന്നെ വേണം, അതിനകത്ത് സംശയം വേണ്ട. ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള നിയമങ്ങളും ഭേദഗതികളും ഒക്കെ വരുന്ന അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. മറിച്ച് നിലവിലുള്ളതിനെ നമ്മൾ തച്ചുടയ്ക്കുകയാണ് സ്വാതന്ത്ര്യം എന്ന് വരുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. മറിച്ച് എന്താണ് അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുകയും അതിൻ്റെ ആ ഉദ്ദേശത്തെ കൃത്യമായി അത് സംബന്ധിച്ചുള്ള വ്യക്തത വരുമ്പോഴാണ് നമ്മൾ ആ വ്യക്തതയിലേക്ക് നമ്മൾ പോകുക. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ആ വ്യക്തത മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്ന സമയത്ത് അത് നിയമപാലനമായിട്ട് മാറുകയും കൂടെ ചെയ്യുക ചെയ്യും. നമ്മുടെ സേഫ്റ്റിക്ക്, എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് നന്നായിട്ട് വാഹനം ഓടിക്കുന്നു എന്ന് വിചാരിച്ചൊരു വ്യക്തി വണ്ടി ഓടിക്കുകയാണെങ്കിൽ ശരിക്കും അയാൾ നിയമം പാലിക്കുകയാണ്. അല്ലാതെ നിയമം പാലിക്കാൻ വേണ്ടി അയാൾ വാഹനം ഓടിക്കുകയല്ല. അപ്പോൾ ഈ ഒരു തിരിച്ചറിവുണ്ട്, അതിനാണ് തിരിച്ചറിവ് എന്ന് പറയുന്ന സാധനം. അവിടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു മനോഹാരിതയും ഭംഗിയൊക്കെ വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ഇപ്പൊ സ്വാതന്ത്ര്യ സമരമൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയുടെ സമരമാർഗങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ ഡിജിറ്റലി സമരമാർഗം എടുക്കുന്നത്, ഇപ്പൊ സ്റ്റാറ്റസ് ഇടുന്നത് പോലും ഞങ്ങളുടെ ഒരു സമരമാർഗമാണെന്ന് പറയാം. അപ്പം ഡിജിറ്റലി സ്വാതന്ത്ര്യ അല്ലെങ്കിൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന യുവതലമുറയെ കാണാൻ കഴിയുന്നുണ്ട്. ഡിജിറ്റൽ വേൾഡ് ആയതുകൊണ്ട് തന്നെ റേസിസം ആയിട്ടും ബുള്ളിങ് ആയിട്ടും അതേപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതും അത് ഒരുപാട് അനുഭവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു കാലഘട്ടത്തെ എങ്ങനെയാ സാർ നോക്കിക്കാണുന്നത്? അവിടെയൊക്കെ കൃഷ്ണ പറഞ്ഞതിനകത്തൊക്കെ ഒരുപാട് സങ്കീർണതകൾ കിടപ്പുണ്ട് സാധനം. ഇപ്പോൾ ഉദാഹരണത്തിന് ജെൻഡർ ഇക്വാളിറ്റി, ഇപ്പോൾ ഏറ്റവും കൂടുതൽ എപ്പോഴും എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്ന സംഗതികൾ ജെൻഡർ ഇക്വാളിറ്റി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരുപാട് അവ്യക്തതയാണ് എടുത്തുന്നത്. ഒരിക്കലും ജെൻഡറിൻ്റെ പേരിൽ വിവേചനം ഉണ്ടാകാതിരിക്കുക. അത് സംഭവിക്കുന്നത് എപ്പോഴാണ്? വിവേചനം ഉണ്ടാവുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. വിവേചനം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അറിവില്ലായ്മ കൊണ്ടാണ്. അറിവില്ലായ്മ എന്തുകൊണ്ടാണ്? മുൻപത്തെ ഒരു കാലഘട്ടത്തിൽ അതല്ല പറഞ്ഞു, അജ്ഞത കൊണ്ടാണ് അല്ലേ? അപ്പോൾ അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടാണ് ഈ വിവേചനം വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ജെൻഡർ ഇക്വാളിറ്റി നഷ്ടപ്പെടുകയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ഇക്വാളിറ്റി ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, അവിടെ നീതി നടപ്പിലാവുന്നില്ല. അപ്പോൾ നീതി നടപ്പിലാവുകയാണെങ്കിൽ ജെൻഡർ ജസ്റ്റിസ് എന്നുള്ള വാക്ക് പോലും പ്രസക്തമാവുന്നില്ല.
ഓരോ സന്ദർഭത്തിലും ഇപ്പം നമ്മളുടെ ഭരണഘടന എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിമനോഹരമായ സംഗതിയാണ്. അതിൻ്റെ നമ്മൾ വാച്യാർത്ഥങ്ങൾക്കുപരി അതിനകത്തേക്ക് കിടക്കുന്ന അർത്ഥതലങ്ങളെന്ന് പറഞ്ഞാൽ അനേകം, അതിൻ്റെ ആഴം വളരെ വലുതാണ്. അപ്പോൾ നീതി എന്നുള്ള ഒരു സംഗതി ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ നീതിബോധം എനിക്കുണ്ടാവേണ്ടത് എൻ്റെ പ്രവർത്തനത്തിന്, എൻ്റെ ജീവിതത്തെ എൻ്റെ കയ്യിലെടുക്കുന്നതിനും എനിക്ക് എൻ്റെ ജീവിതത്തെ സർഗാത്മകമായിട്ട് ഉപയോഗിക്കുന്നതിനും വേണ്ട അവശ്യ ഘടകമാണ് നീതിബോധം എന്ന് വരുന്നു കഴിഞ്ഞാൽ ആ നീതിയുടെ കാഴ്ചയിലൂടെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ആ പെരുമാറ്റത്തിനകത്ത് ഒരിക്കലും ജെൻഡർ ഇൻഇക്വാളിറ്റിയോ അതല്ലെങ്കിൽ റേസിസമോ ഒന്നും വരില്ല. അപ്പോൾ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന സമയത്ത് നമുക്കൊരിക്കലും ഒരു റേഷ്യൽ ഇഷ്യൂ ഇവിടെ വരുന്നില്ല. ഇല്ല. അപ്പം നമുക്ക് മനുഷ്യനെ തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മനുഷ്യനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻകാരനും ഇല്ല, ബംഗ്ലാദേശുകാരനും ഇല്ല, യൂറോപ്യനും ഇല്ല, ആഫ്രിക്കനും ഇല്ല, ആരുമില്ല. മനുഷ്യൻ തന്നെ ഉള്ളൂ, അല്ലേ? ഇന്നത്തെ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയമായിട്ട് ബൗണ്ടറീസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ നമ്മളെല്ലാം വളരെ ഈ നെറ്റ്വർക്കിംഗ്, ഈ ടെക്നോളജി കൊണ്ട് നമ്മളെല്ലാം ഒരു സമൂഹം പോലെയല്ലേ ജീവിക്കുന്നത്. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ നമുക്കത് ബോധ്യപ്പെട്ട സാധനമാണ്. തീർച്ചയായിട്ടും കൊറോണ വന്ന സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ വേൾഡിന്റെ ഒരു വില നമുക്ക്. അതെ, അതിൻ്റെ പ്രത്യേകത. അതായത് ലോകം ഒരു സമൂഹം പോലെ ആ രോഗത്തെ കാണുകയും ഒരേപോലെ പെരുമാറുകയും ചെയ്യുന്നു, അല്ലേ? അവിടെ നമുക്ക് ഈ കൊറോണ വൈറസിന് ചൈനയിൽ ഉണ്ടായതാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിൽ പ്രവേശനമില്ലാതെ പാസ്പോർട്ടൊന്നും ആവശ്യമില്ലല്ലോ, ഇല്ലേ? വിസയും പാസ്പോർട്ടും ഒന്നും കൊറോണ വൈറസിന് ആവശ്യം ഉണ്ടായില്ല. അപ്പോൾ ഫണ്ടമെൻ്റലി അടിസ്ഥാനപരമായിട്ട് അത് തന്നെയാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. അത് നമ്മൾ ബുദ്ധിപരമായിട്ട് അറിഞ്ഞാൽ പോരാ, അത് നമുക്ക് നാച്ചുറലി വരണം. അത് ഇപ്പോൾ എങ്ങനെയാണോ നമുക്കിപ്പോൾ നമ്മളുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എന്നിവരോട് നമ്മൾ പെരുമാറുമ്പോഴും ഓരോ തവണയും നമ്മൾ ആലോചിക്കില്ലല്ലോ, ഇതെൻ്റെ അമ്മയാണ്, അപ്പോൾ അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്, സെക്ഷൽ ഗ്രാമർ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഈ രീതിയിലാണ് പെരുമാറേണ്ടത്. അങ്ങനെ വരുന്നുണ്ടോ? ഇല്ല. സഹോദരനും സഹോദരിയായിട്ട് പെരുമാറുമ്പോൾ അത് വരുന്നില്ല. അപ്പം അതേപോലെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് നീതിബോധം വരികയും മനുഷ്യനെ കാണുമ്പോൾ അതുപോലെ മനുഷ്യനെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ആ ഒരു അറിവുണ്ടല്ലോ, അവിടെയാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഭംഗി ഉരുത്തിരിഞ്ഞു വരിക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നെഹ്റുവിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം ബഹുമാനം ഞാൻ കാത്തു സൂക്ഷിക്കുന്നൊരു നേതാവ് തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. ഈ രാജ്യത്തിന് മുമ്പോട്ട് നയിക്കുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളുണ്ട്. പക്ഷേ അദ്ദേഹം സംശയാലുമായിരുന്നു, ഒരു അജ്ഞേയവാദി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യക്തിയാണ്, ആഗ്നോസ്റ്റിക് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ച്, ഗാന്ധിജി മരിച്ചപ്പോഴുള്ള സ്പീച്ച് എടുത്ത് നോക്കണം. അതായത് വിളക്കണഞ്ഞു, എവിടെയും കുറ്റിലിട്ട്, എന്ത് പറയണമെന്നറിയില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാചകങ്ങളാണ്. ഗാന്ധിജി ആയിരുന്നെങ്കിൽ അതേപോലുള്ളൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആരാധനയായിരുന്നു നെഹ്റുവിനുണ്ടായിരുന്നത്. ഗാന്ധിജി പറയുന്നത് കേൾക്കുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് നെഹ്റുവിൽ ഇങ്ങനൊരു സംഗതി വന്നത്? ഈ രാജ്യത്തിൻ്റെ സംസ്കൃതി ഗാന്ധിജിയിൽ പ്രവേശിച്ചതുപോലെ പ്രവേശിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം ആ സമയത്ത് നടത്തുന്ന ആ ഒരു എക്സ്റ്റംപോർ സ്പീച്ചാണ് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറയുമായിരുന്നു, വിളക്ക് പോയി വെളിച്ചം അവശേഷിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലൈറ്റ് പോയി, അല്ലെ പ്രകാശം പോയി, എങ്ങും കുരുരിട്ടായി. ഇത് ജനങ്ങളുടെ ഹൃദയത്തിലൂടെ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നിൽ അതിനെ തുടർന്ന് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഗാന്ധിജിയുടെ ഈ വെളിച്ചം അവശേഷിക്കുമെന്നും 1000 വർഷം കഴിഞ്ഞാലും ലോകം ഇത് തിരിച്ചറിയുമെന്നും ലോകത്തെ മുഴുവൻ നയിക്കാൻ പ്രാപ്തമാണെന്നൊക്കെ. അത് ബുദ്ധി കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഹൃദയത്തിൽ നിന്ന് വന്നത് വെളിച്ചം പോയി എന്നാണ്. ആ വിളക്ക് പോയി വെളിച്ചം അവശേഷിക്കുന്നു, ആ വെളിച്ചത്തിലൂടെ വേണം ഇനി നമുക്ക് മുമ്പോട്ട് നടക്കാൻ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം വേറൊരു രീതിയിലേക്ക് മാറുമായിരുന്നു, ആ ഒറ്റ വാക്കിലൂടെ. പക്ഷെ ആ സമയത്ത് വളരെ ഓണസ്റ്റായിട്ട്, സത്യസന്ധമായിട്ട് നെഹ്റുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു ഗാന്ധിജിയുടെ മരണം ഏൽപ്പിച്ച ആഘാതത്തിൽ അത് വന്നില്ല. അവിടെയാണ് ഗാന്ധിജിയുടെ ആ ഒരു സംസ്കാരം, രാജ്യത്തിൻ്റെ ശക്തിയെ ഗാന്ധിജി എങ്ങനെ സാംശീകരിച്ച് രാഷ്ട്രീയത്തിലേക്കും സ്വന്തം ജീവിതത്തിലേക്കും പ്രയോഗിച്ചു, അതിൽ നിന്ന് വ്യത്യസ്തമായി നെഹ്റുവിൽ, അല്ലെങ്കിൽ അതേ ആ ഒരു രീതിയിൽ നെഹ്റുവിൽ അത് പ്രവേശിക്കാതിരുന്നതിൻ്റെ പാളിച്ച അവിടെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നിപ്പം നെഹ്റു നടത്തിയ ഒരു സ്പീച്ചിനേക്കാൾ അതിഗംഭീരമായ ഒരു സ്പീച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ മെറ്റാ എയിലെടുത്ത് അയക്കോ, അതല്ലെങ്കിൽ ചാറ്റ് GPT പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ സ്പീച്ച് എഴുതി തരും. പക്ഷേ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സ്പീച്ച് ഇതിലൂടെ സാധ്യമാണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്തണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം ബുദ്ധി കൊണ്ട് സാധ്യമാവുന്നതെല്ലാം
നിർമ്മിത ബുദ്ധി ചെയ്യാൻ പര്യാപ്തമായി കഴിഞ്ഞു. നമുക്കിനി ബുദ്ധിജീവികൾക്ക് യാതൊരു റോളും ഇനി ഇല്ല എന്നുള്ളതാണ്. ബുദ്ധിജീവികൾക്ക് ബുദ്ധിജീവികളുടെ മാർക്കറ്റ് കംപ്ലീറ്റ് നഷ്ടമായി. അവിടെ ഇനി മാർക്കറ്റ് വേണ്ടത് ഹൃദയത്തിൻ്റെ മാർക്കറ്റാണ്. ഇനി ഹൃദയത്തിൻ്റെ അവിടെയാണ് ഈ ജൈവമായിട്ടുള്ള ഈ നിർമ്മിത ബുദ്ധിയെ ജൈവബുദ്ധിക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള വെല്ലുവിളി വരുന്നത്. അതാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഈ പറയുന്ന 2024 ഈ ഒരു വർഷം തന്നെ നമ്മൾ ഈ ഒരു തിരിച്ചറിവ് വളരെ അത്യാവശ്യമാണ്. ജൈവബുദ്ധിയെ ഒരിക്കലും നിർമ്മിത ബുദ്ധിക്ക് ഒരു ജൈവബുദ്ധിയെ സൃഷ്ടിക്കാൻ പറ്റില്ല. ജൈവബുദ്ധി അത് വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു പ്രയോഗമാണ് ഞാൻ പറഞ്ഞത്. ഈ നിർമ്മിത ബുദ്ധിക്ക് പിന്നിലൊരു ഹൃദയം ഉണ്ടായിരിക്കണം. ആ ഹൃദയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിർമ്മിത ബുദ്ധി ഈ പറഞ്ഞതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപകടമായിരിക്കും ഉണ്ടാകുക. നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗത്തിൻ്റെ പിന്നിൽ ഈ ഹൃദയമായിരിക്കണം. ഹൃദയത്തിന് ഉദാഹരണത്തിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാലും ജീവിച്ചിരിക്കും അല്ലേ? പക്ഷേ ഹൃദയം സ്തംഭിച്ചു കഴിഞ്ഞാലോ മരിച്ചു പോകും. വളരെ സിമ്പിളാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ എന്തിനാണ് ശക്തി? നമ്മളെ ശക്തി അല്ലേ? ആ ശക്തി നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ആ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് എങ്ങനെ ഇപ്പം രാമായണ മാസം ആചരിക്കുന്നു. ഈ രാവണൻ മോശക്കാരനെന്ന വിചാരം? മൂപ്പർക്ക് 10 തലയായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ആർക്കിടെക്റ്റ് ആയിരുന്നു, ടെക്നോളജിസ്റ്റ് ആയിരുന്നു, ഗ്രാമർ വിദഗ്ധനായിരുന്നു. ഇപ്പോഴും ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ കരുതപ്പെടുന്നത് അദ്ദേഹം എഴുതിയ ആയുർവേദ ഗ്രന്ഥമാണ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ രാവണൻ അറിയാൻ വയ്യാത്ത കാര്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ 10 തല സിംബോളിക്കാണെന്നല്ല. രാമനെക്കുറിച്ചും നല്ല ധാരണ രാവണനുണ്ട്. അപ്പോൾ മണ്ഡോദരി ചോദിക്കും, അങ്ങക്ക് സീതയെ ഇത്ര താല്പര്യമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മായാവിയുടെ വേഷമൊക്കെ കെട്ടാറുള്ള അങ്ങക്ക് രാമൻ്റെ വേഷം ധരിച്ച് സീതയെ പോയി പ്രാപിച്ചുകൂടെ എന്ന് ചോദിക്കും. ആര്? മണ്ഡോദരി ചോദിക്കും. അപ്പോൾ രാവണൻ പറയുന്നുണ്ട്, വിഡ്ഢിത്തരം പറയാതെ ആ പേര് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് സാധ്യമാകുമെന്ന്. അത്ര അറിവുള്ള മനുഷ്യനാണ് രാവണൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് എന്തായി? ക്ഷമയില്ലാത്ത അക്ഷമയുടേതായി പീസാണ്. അപ്പോൾ ബുദ്ധി മാത്രമല്ല, രാമന് പോലും അവസാനം വിഷമം വരുന്നുണ്ട്. ഇത്രയും മഹാനായ ഒരു വ്യക്തിയെ കൊന്നതിൻ്റെ പേരിൽ അവസാനം രാമൻ തന്നെ പശ്ചാത്തപിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മാർഗം, അദ്ദേഹത്തിൻ്റെ അതിലേക്ക് എത്താനുള്ള വഴി സ്വീകരിച്ചത് ഈ പറഞ്ഞതുപോലെ ബുദ്ധി പറഞ്ഞു കേട്ട് അവിടെ ഹൃദയം നഷ്ടപ്പെട്ടു പോയി. അപ്പം ഇനി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പീരീഡിൽ, അതായത് നിർമ്മിത ബുദ്ധിയിൽ ആ പ്രയോഗത്തിൻ്റെ പിന്നിൽ എങ്ങനെയാണോ ഹൃദയം നമ്മുടെ മസ്തിഷ്കത്തെ ഉൾക്കൊള്ളുന്നത്, മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ ഹൃദയം സ്തംഭിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഹൃദയത്തിന് മസ്തിഷ്കത്തെ ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷെ മസ്തിഷ്കത്തിന് ഒരിക്കലും ഹൃദയത്തെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു തിരിച്ചറിവ് വളരെ വലുതാണ്. അവിടെയാണ് നമ്മൾ ഇനി ഉള്ള സമയത്ത് എങ്ങനെയാണ് നിർമ്മിത ബുദ്ധിയെ നമ്മുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കാൻ കഴിയുക, നമ്മുടെ സുഖം എന്താണെന്ന് തിരിച്ചറിയുക. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആണെങ്കിലും ഗാന്ധിജിയുടെ ആണെങ്കിലും ഈ രാജ്യത്തിൻ്റെ ആണെങ്കിലും ഒക്കെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെയും എല്ലാം, ഇപ്പം സ്വാമി വിവേകാനന്ദൻ എന്തിനാ പറയുന്നത്, ഇപ്പം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പോലും വളരെ ഇത്തരം ചിന്തകൾ, ഈ കോൺഷ്യസ്നെസ് സ്റ്റഡീസ് വളരെ സജീവമായി നടക്കുന്നൊരവസ്ഥയാണ്. ഇപ്പം നമ്മുടെ 2022 നൊബേൽ സമ്മാനം ആർക്കാ കിട്ടിയെന്ന് വെച്ചാൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. അപ്പോൾ അതിൻ്റെ പിന്നിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു മാറ്റമാണ്. അതായത് വ്യക്തിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ലോകം എന്ന് പറയുന്നത് എൻ്റെ ബോധത്തിൽ മാത്രമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അവശേഷിക്കുന്നത് ബോധം മാത്രമാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ശാസ്ത്രവും എത്തുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കൃതിയും ഇവിടെ കിടക്കുന്നു. ഇതിൻ്റെ വെളിച്ചത്തിലൊക്കെ നമ്മൾ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമുക്ക് അവിടെ വിരിഞ്ഞു വരുന്നൊരു സാധ്യതകളുണ്ട്. അത് ഏറ്റവും കൂടുതൽ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമൂഹം നമ്മൾ മലയാളികളുടേത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോഴും ഈ ബുദ്ധിയുടെ ഈ ട്രാപ്പിനകത്ത്, കെണിക്കകത്ത് പെട്ട് കിടക്കുന്നു. അതിനകത്തുനിന്ന് സ്വാതന്ത്ര്യം വേണം. അപ്പോൾ സ്വാതന്ത്ര്യം എന്നുള്ള സാധനത്തിന് നമ്മൾ കൊളോണിയൽ പശ്ചാത്തലത്തിൽ മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഇനി ഗാന്ധിജി പ്രയോഗിച്ചതുപോലെ നമ്മൾ ഒരു സംഗതി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പോഷകങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് പ്രാഥമികമായിട്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്വാതന്ത്ര്യത്തെ കാണുമ്പോഴാണ് ഈ പുത്തൻ കാലഘട്ടത്തിൽ ഇത്രയും മനോഹരമായ ഒരു ടെക്നോളജി സാധ്യമായ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രസകരമായ രീതിയിലേക്ക് ജീവിതത്തെ നയിക്കേണ്ട ഒരവസ്ഥയാണ്. ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് നിർമ്മിത ബുദ്ധി മാത്രമല്ല, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ടെക്നോളജിയുടെ സ്പീഡ് കൂടുമ്പോൾ മനുഷ്യൻ്റെ സ്പീഡ് കുറയുകയാണ് വേണ്ടത്. അതല്ലേ ബുദ്ധിപരമായ സമീപനം എന്ന് പറയുന്നത്. ടെക്നോളജി സോഫിസ്റ്റിക്കേറ്റഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ എതിരായിട്ട് മാറാൻ പാടില്ലല്ലോ. തീരെ സ്ട്രെസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നോളജി. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്?
ആ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ എല്ലാവരും കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് മാറുന്നു. ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഭയങ്കര തിരക്കിലേക്ക് വരുന്നു. എല്ലാവർക്കും ഇപ്പോൾ ഡിപ്രഷൻ, 2-3 വയസ്സുള്ള കുട്ടികൾ പോലും സ്ട്രെസ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ സോഫിസ്റ്റിക്കേഷൻ നമ്മൾക്ക് വരണം. ടെക്നോളജി സോഫിസ്റ്റിക്കേറ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ആ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിക്ക് അനുസൃതമായിട്ടുള്ള അതിനെ കൈകാര്യം ചെയ്യാനുള്ള സോഫിസ്റ്റിക്കേഷനിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ഇപ്പോൾ സർ പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ സർ പറഞ്ഞിരുന്നു ഡിജിറ്റലായി വേൾഡ്. ഇങ്ങനെ നോക്കുമ്പോൾ സ്വാതന്ത്ര്യം, പൊളിറ്റിക്സ്, പൊളിറ്റീഷ്യൻസ്, അപ്പോൾ നമ്മുടെ പൊളിറ്റീഷ്യൻസ് കുറച്ചും കൂടി ഡിജിറ്റലി ചിന്തിക്കേണ്ട ആളുകളാവണ്ടേ? അതേപോലെ തന്നെ പൊളിറ്റീഷ്യൻസും നമ്മുടെ സ്വാതന്ത്ര്യം തമ്മിൽ ബന്ധമുണ്ടോ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നും തന്നെ ബന്ധമില്ലാതെ കിടക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാം കണക്റ്റഡാണ്. ഇതൊക്കെ നമ്മുടെ തിരിച്ചറിവുകളാണ്. ഇപ്പം നമ്മളുടെ സംഭാഷണം, ഇത് നമ്മൾ 2 വ്യക്തികളാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നാളെ കൂടുതൽ ആൾക്കാർ കാണുന്നവർ അവരുടേതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഇതിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒന്നും തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്നില്ല. ഈ ലോകം മുഴുവൻ ഒന്നായി ഈ സാങ്കേതിക വിദ്യ തന്നെ നമ്മളെ കാണിച്ചു തരുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഇല്ല, ഫിസിക്കൽ ഡിസ്റ്റൻസ് എന്നുള്ള സംഗതി വരുന്നില്ല. അപ്പോൾ ഒന്നും തന്നെ അങ്ങനെ വേറിട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഈ ഡിജിറ്റലി ചിന്തിക്കുക എന്ന് പറയുന്ന സംഗതി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ തയ്യാറാവണം. നമ്മളുടെ സാങ്കേതികമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഐഡിയലായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ധാരണയുണ്ടാവും. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം മോശമായതുകൊണ്ട് നമ്മളതിനെ തിരസ്കരിക്കാൻ പറ്റില്ല. കാര്യം നമ്മളുടെ ഈ ജനാധിപത്യ സംവിധാനം വളരെ ശക്തമായിട്ട് നിൽക്കുന്നതിൽ അവർ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഡറിനെ നമ്മൾ നിലവിലൊരു ഓർഡർ ഉണ്ടെങ്കിൽ ആ ഓർഡർ എവിടെയെങ്കിലും ജീർണത അനുഭവിക്കുകയാണെങ്കിൽ ആ ജീർണതയെ എങ്ങനെ നമുക്ക് മാറ്റി അതിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും സർഗാത്മകമായ പോംവഴി എന്ന് പറഞ്ഞ സംഗതി അതാണ്. അതിപ്പം നമ്മളിപ്പം ഉദാഹരണത്തിന് ഇപ്പം പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം നമ്മൾ പൊതുവേദിയിൽ സംസാരിക്കുകയാണെങ്കിൽ പൊളിറ്റീഷ്യന്മാരില്ലാത്ത രാഷ്ട്രീയക്കാരില്ലാത്ത വേദികളിൽ സംസാരിക്കുകയാണെങ്കിൽ എല്ലാവരും രാഷ്ട്രീയക്കാരെ മോശം പറയും. ആ പ്രവണത പോലും ശരിയല്ല. കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ചോയ്സാണ്. എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണോ, രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ടെങ്കിൽ ഞാൻ സ്വന്തം നിലയിൽ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്, എൻ്റെ പ്രവർത്തന മേഖലയിൽ ഞാൻ എങ്ങനെ പെരുമാറണം. നമ്മളിതൊന്നും ചെയ്യുന്നില്ല. ഇതൊന്നും ചെയ്യാതെ നമ്മൾ രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റം പറയുന്നു. അപ്പോൾ കുറ്റം പറയുന്നു എന്നുള്ള ഒരു സംഗതി പോലും ഇപ്പോൾ അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഗാന്ധിജിയുടെ ഡൈനാമിസം. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് എനിക്ക് ഗാന്ധിജിയാകാൻ പറ്റുമോ. ഇപ്പോൾ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായാലും അതല്ലെങ്കിൽ ചില ഡിസ്കഷൻസിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ഇപ്പോൾ നമുക്കാർക്കും ഗാന്ധിജിയാവാൻ പറ്റില്ലല്ലോ. ഗാന്ധിജിയാവാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചുരുങ്ങിയ പക്ഷം ഗോഡ്സെ ആകാതിരിക്കാൻ ശ്രമിക്കാമല്ലോ നമുക്ക്, അല്ലേ? അപ്പം ഗാന്ധിജി മുന്നോട്ട് വെച്ച ഫിലോസഫി അല്ലെങ്കിൽ അദ്ദേഹം പദ്ധതികൾ എന്തൊക്കെയാണ്? ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അതാണ് സ്വാതന്ത്ര്യം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു വിഷയം ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്നൊരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ റോഡിൽ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ വേറൊരിടത്തു നിന്നും തട്ടി, പ്രാഥമികമായിട്ട് അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് എൻ്റെ ഉത്തരവാദിത്വം എവിടെയുണ്ട്, ഇത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭാവിയിൽ അത്തരം അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. ഇപ്പം നമ്മുടെ ഉത്തരവാദിത്തത്തിൽ വരാത്തൊരു വിഷയത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. ഒരു വിഷയത്തെ നമുക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ സർ പറഞ്ഞ പോലെ തന്നെ കുറ്റപ്പെടുത്തൽ മാത്രമല്ല, ഇപ്പോൾ പുതിയ തലമുറ കുറച്ചും കൂടി കൂടുതലായിട്ട് ഡിജിറ്റലി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഫ്രീഡത്തോടു കൂടി തന്നെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു വേദി ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. എൻ്റെ ആശയം എന്താണെന്ന് പറയാനുള്ള ഒരു വേദി ഒരുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആ ഒരു തലമുറയുടെ ആ ഒരു സമരമാർഗങ്ങളെയൊക്കെ സാർ എങ്ങനെ നോക്കിക്കാണുന്നത്? അവിടെ പങ്കുവെക്കാൻ പറ്റുന്നിടത്തോളം ഒരു പരിധിവരെ അത് ഒരു ആശ്വാസമാണ്. ഇപ്പോൾ ഈ വിശക്കുന്നവർക്ക് നമ്മൾ അവരുടെ മുമ്പിൽ ഫിലോസഫി ഒന്നും പറഞ്ഞിട്ട് കാര്യം, വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുക തന്നെ വേണം. അപ്പോൾ പെട്ടെന്നൊരാളുടെ ഒന്ന് പങ്കുവയ്ക്കണം, എൻ്റെ ഭാരം ഇറക്കണം എന്നൊക്കെ തോന്നുന്ന അവസ്ഥയിൽ ഇത് പങ്കുവയ്ക്കുന്ന ദോഷമില്ല. പക്ഷേ നമ്മൾ ഇന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സംഗതി, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംഗതികൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചേരിതിരിഞ്ഞുള്ള യുദ്ധങ്ങളും ആൾക്കാരെ ആക്ഷേപിക്കലും ഇങ്ങനെയുള്ള സംഗതിയാണ്. പണ്ട് ചന്തകളിലൊക്കെ കണ്ടിരുന്നത്. ഇപ്പോഴത്തെ ചന്തകൾ മോശം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അവിടെയൊക്കെ ഉണ്ടായിരുന്ന ചില ഏറ്റുമുട്ടലുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതേ ഒരു സംസ്കാരത്തിനേക്കാൾ ഇപ്പം നമ്മുടെ മാർക്കറ്റുകളും തെരുവുകളും ഒക്കെ ചില കേന്ദ്രങ്ങളിൽ ചില അധോലോകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പൊതുവെ
വളരെ സഭ്യമായ രീതിയിലാണ് പലയിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പഴയ ആ ഒരവസ്ഥ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ആൾക്കാർ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ തെറി വിളിക്കുക, നശിപ്പിക്കുക, വൈകാരികമായി തകർക്കുക എന്നൊക്കെയുള്ള സാധനം. ഇതെന്തുകൊണ്ട് വരുന്നു എന്ന് ചിന്തിക്കുന്നിടത്തുനിന്നാണ് സോഷ്യൽ മീഡിയയുടെ സാധ്യതയും അതോടൊപ്പം തന്നെ വ്യക്തി ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഇത് ഇങ്ങനൊരു ഇപ്പൊ സാർ പറഞ്ഞ പോലെ ചിന്തിക്കാതെ നമ്മൾ എഴുതുന്ന ഓരോ വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് കൂടുതലും എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളിൽ നിന്നും അതേപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന അറിവുണ്ടല്ലോ. ഇപ്പം നമ്മൾ കാണുന്ന ഒരു മാധ്യമത്തിൽ പോലും ഒരുപാട് വാക്കുതർക്കങ്ങളുള്ള കുറെ ഡിബേറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇത് ഇവർ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കില്ലേ, ഇതിനകത്ത് കുറച്ചൊക്കെ അവര് സംസാരിച്ചിട്ടുണ്ടാവില്ലേ എന്ന് തോന്നാറുണ്ട്. സോ സ്വാതന്ത്ര്യപരമായിട്ടുള്ള രാജ്യത്ത് വളരെ ഫ്രീഡത്തോടു കൂടി സംസാരിക്കുന്ന ഒരു ഡിബേറ്റ് ആണെന്ന് നമ്മൾ കാഴ്ചക്കാർ നോക്കുമ്പോൾ വളരെ സ്വാതന്ത്ര്യപരമായിട്ട് വളരെ ഫ്രീഡം അത്രയും സുതാര്യമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമ്പോഴും പലപ്പോഴും ഇതിലെന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം മാധ്യമങ്ങളും അതേപോലെ പൊളിറ്റീഷ്യൻസും അതേപോലെ ഈ സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും കൂടി ജനങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഇതെനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, ഇപ്പൊ യുവതലമുറ ഇത് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഇവരിത് എന്തൊക്കെയോ ഒരു ഒളിപ്പോരുകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒളിച്ചു വെച്ചിട്ട് സംസാരിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു യുവതലമുറയാണ് ഉള്ളത്. അപ്പം ഈ ഒരു മാറ്റം എങ്ങനെയാണ് ഞങ്ങളിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഈ ഒരു ഫ്രീഡം ആണെന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടി നടക്കുന്നുണ്ട് ഇതിനിടയിൽ. ഈ ഫ്രീഡം എന്നുള്ള സംഗതി, ഫ്രീഡം തന്നെ വലിയ അനുഗ്രഹമല്ലേ. നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണെന്നുള്ള സംഗതി സ്വയം അന്വേഷിച്ച് ഇതിൻ്റെ ക്ലാരിറ്റി വരുത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ അനന്തമാണ്. ഉദാഹരണത്തിന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ നമുക്കൊരു ഒന്നും വേണ്ട, ഇപ്പം നിങ്ങൾക്കൊരു മാനസിക പ്രശ്നമുണ്ടായി, അതിനകത്തൊരു ഐഡിയൽ സിറ്റുവേഷൻ, എനിക്ക് എന്ത് ഒരു ഡിസിഷൻ എടുക്കണം, എന്നെ ഒന്ന് സഹായിക്കുന്നു മെറ്റായി എടുത്ത് പറഞ്ഞാൽ മെറ്റായും പറഞ്ഞു തരും, ചാറ്റ് ജിപിടിയും പറഞ്ഞു തരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്നു, അത് ഓൺലൈനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സാധ്യതകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില തിരിച്ചറിവുകളിലേക്കും ചില വ്യക്തതകളിലേക്കും. കാരണം ഇന്ന് ഒരു മിനിറ്റിൽ ലോകത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ മുഴുവൻ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു മനുഷ്യന് മതിയോ, പോരാതെ വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതും നമ്മളുടെ താല്പര്യമനുസരിച്ചിട്ടുള്ളതും സംഗതികൾ എന്തായിരിക്കണം എന്നുള്ള വ്യക്തമായൊരു വ്യക്തത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ശ്രദ്ധിക്കുകയും, ഉദാഹരണത്തിന് ഒരു മ്യൂസിഷ്യനാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അയാൾ ആ മ്യൂസിക്കിന് വേണ്ടി അയാളുടെ സകല ഊർജവും അതിലേക്ക് ചാനലൈസ് ചെയ്ത് കേന്ദ്രീകരിച്ചു വിടുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹിക ജീവിതത്തിലും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അയാൾ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഈ ലോകത്തിലുണ്ടാകുന്ന സംഗതികൾ അദ്ദേഹം അറിയുകയും അതിൽ പാർട്ടാകുകയും ചെയ്യുന്ന സമയത്ത് തന്നെ ഏത് മേഖലയിലാണോ തൻ്റെ ജീവിതത്തിൻ്റെ ശ്രദ്ധ പൂർണ്ണമായിട്ട് വേണ്ടത് അവിടെ അത് നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ കോൺഫ്ലിക്റ്റ് ഇല്ല. അദ്ദേഹം ഏർപ്പെടുന്ന മേഖല വളരെ സക്സസ്ഫുൾ ആവുന്നു. അദ്ദേഹത്തിൻ്റെ സക്സസ് മറ്റുള്ളവർക്ക് ഗുണമാവുന്നു. യേശുദാസ് ഇങ്ങനെ ഒരു യേശുദാസ് ആവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അദ്ദേഹം ബാല്യത്തിൽ ഇത്രയും കഷ്ടപ്പെട്ടും പട്ടിണി സഹിച്ചും പീഡനങ്ങൾ സഹിച്ചും ഒക്കെ അദ്ദേഹം മ്യൂസിക് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. പക്ഷെ നമ്മൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കാത്ത ഒരു ദിവസം ഉണ്ടോ? നമ്മുടെ എത്ര സമയമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാസന, അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിശ്രമത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിവോഷൻ്റെയും ഫലമായിട്ട് നമ്മൾ ആസ്വദിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായ ലൈഫും മെച്ചപ്പെടും. ഇപ്പോൾ സാർ ഇത്രയും നേരം സ്വാതന്ത്ര്യത്തെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. സാർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്താണ്? ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ, പ്രാഥമികമായിട്ട് ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം, അതിനെക്കുറിച്ച് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ഞാൻ ശ്രമിക്കും. പിന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ള ഒരു സംഗതി, എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, എൻ്റെ ഇമേജ് എന്താണ്, അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്ന കൂട്ടത്തിലാണ്. എനിക്ക് എൻ്റെ ഇമേജിനെക്കുറിച്ചും മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ഒരുപാട് ആശങ്കകളും, ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവുകയും ആരെങ്കിലും തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസും എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ 2019 എൻ്റെ ഒരു ശബരിമല വിഷയം കത്തിക്കാളി നിൽക്കുന്ന സമയത്ത് ഞാനൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ ടൈറ്റില് ശബരിമലയും ആർത്തവാനുഭവവും. അപ്പോൾ ഈ രണ്ട് കണക്ഷൻ വന്നിട്ട്, അപ്പോൾ അതിൻ്റെ റിലീസ് കോഴിക്കോട്ട് വെച്ചിട്ടാണ് നടക്കുന്നത്.
അന്ന് ഒളിവ് ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത്, ഡോക്ടർ MK മുനീർ MLA യുടെ നേതൃത്വം. അപ്പോൾ ഇതറിഞ്ഞ് ഇപ്പം അന്ന് ഇത് പ്രകാശനം ചെയ്യാവുന്ന ഏറ്റിരുന്നത് മാതൃഭൂമിയുടെ ചെയർമാനായിരുന്ന ശ്രീ MP വീരേന്ദ്രകുമാരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവസാന നിമിഷം അസൗകര്യം ഉണ്ടായത് വേറെ കാര്യം. ഏറ്റുവാങ്ങാൻ തീരുമാനിച്ചത് സ്പീക്കർ ശിവരാമകൃഷ്ണൻ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇതിൻ്റെ പ്രകാശന ദിവസത്തിൻ്റെ അന്ന് തലേന്നാണോ തലേന്ന് രാവിലെ ശശികല ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടു. അത് ജന്മഭൂമിയുടെ സൈറ്റിലാണ് ഇട്ടത്. അതിനെ തുടർന്ന് എന്നെ കൊല വിളിച്ചുകൊണ്ട്, തെറി മാത്രമല്ല, എൻ്റെ ഭാര്യ, അമ്മ, മകള്, മകന്, അച്ഛൻ, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിഭീകരമായ സൈബർ ബുള്ളിങ് എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. കാര്യം അമ്മാതിരിയുള്ള അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ മകൾ എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ അച്ഛാ അത് പോസ്റ്റ് വായിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ചലഞ്ചല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിക്കളയെന്ന് വിചാരിച്ചു. ഞാനത് വായിച്ചു. എൻ്റെ സുഹൃത്തും വിളിച്ച് പറഞ്ഞു ഇത് കേസ് കൊടുക്കണം. പക്ഷെ ഞാനിത് എൻ്റെ ഒരു ടെസ്റ്റായിട്ട് എടുത്തു. എനിക്കിത് എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്നുള്ളത്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നത്. എന്നെ അത് ഒട്ടും തന്നെ അത് ബാധിച്ചില്ല എന്നുള്ളതാണ്. കാര്യം അതെൻ്റെ ഡിസിഷനാണ്, എന്നെ അത് ബാധിക്കണോ വേണ്ടോ എന്നുള്ള സാധനം. അത് എന്നെ സംബന്ധിച്ചിട്ടൊരു ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ശശികല ടീച്ചറോട് എനിക്ക് ഭയങ്കര, എൻ്റെ ഒരു ഗുരുവായിട്ട് ഞാൻ ശരിക്കും ടീച്ചറായിട്ട് തന്നെ ശശികല ടീച്ചറെ കാണുകയാണ് ചെയ്യുന്നത്. കാരണം അതൊരു ഭയങ്കര ഒരു ലാൻഡ്മാർക്ക് സംഗതിയായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ, എന്നിലത് അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കാനുള്ളൊരവസരമായിട്ട് ഞാൻ ഉപയോഗിക്കും. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. മറിച്ച് ഏതെങ്കിലും ഒരു കമൻറ്റിൽ ഞാൻ സങ്കടപ്പെടുകയാണെങ്കിൽ, വിഷമിക്കുകയാണെങ്കിൽ അവിടെ എൻ്റെ സ്വാതന്ത്ര്യം പോയി. സ്വാതന്ത്ര്യമില്ലായ്മ വിഷമം തന്നെയല്ലേ, അല്ലേ? ഏത് രീതിയിൽ വിഷമം വന്നു കഴിഞ്ഞാലും അത് സ്വാതന്ത്ര്യമില്ലായ്മയാണ്. എന്നെ അത് ബാധിച്ചില്ല, സ്വാതന്ത്ര്യമാണ്. അതിൽ കൂടുതൽ നമുക്ക് സ്വാതന്ത്ര്യം എന്താ വേണ്ടത്? ഇനി കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. അല്ല സാർ, ഇങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ടുള്ള. തീർച്ചയായിട്ടും. ഓക്കെ സാർ, എനിക്ക് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ, സാറ് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാനാണോ, അല്ലെങ്കിൽ ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം ഒന്നും കൂടി അനുഭവിക്കാനാണോ ആഗ്രഹം? എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളും വേദന ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് എൻ്റെ ലൈഫിൻ്റെ ഇത് പറയുകയാണെങ്കിൽ, എനിക്ക് 6 വയസ്സ് വരെ അതിമനോഹരമായ ഒരു ജീവിതമായിരുന്നു. ശാന്തം എന്ന് പറയാവുന്ന, യാതൊരു സമപ്രായത്തിലുള്ള കൂട്ടുകാരില്ലാത്ത. പിന്നെ ഞാൻ ആ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പുത്തൂരെന്ന് പറയുന്ന എൻ്റെ അമ്മയുടെ തറവാട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ വീടിൻ്റെ തൂണുകളായിരുന്നു എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞു. 4 വശവും കാവുകളും മറ്റുമൊക്കെ. അപ്പോൾ അയൽക്കാരും ഇല്ല. അപ്പോൾ അത് കാരണം വളരെ ശാന്തവും അതിമനോഹരവുമായിട്ടുള്ള, എന്നെ ഇപ്പോഴും കൊതിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ എൻ്റെ അച്ഛൻ്റെ നാടായ കൊല്ലം അഞ്ചാലുമൂട്ടിലേക്ക് വന്നു. അതിനുശേഷം പിന്നെ ഒരു 13 കൊല്ലം ഞാനവിടെ താമസിച്ചു. ഞാനൊരു 19 വയസ്സ് വരെ. എൻ്റെ അഡോളസൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചതയ്ക്കരയ്ക്കപ്പെട്ട ഒരു സാധനമാണ്, തകർക്കപ്പെട്ട സാധനമാണ്. പക്ഷെ അതിനെയൊക്കെ ഞാൻ അതിജീവിച്ച് വന്നിട്ട് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന വാസ്തവം പറഞ്ഞാൽ അന്ന് ആ ചതയ്ക്കപ്പെട്ട സാധനമാണ്. അപ്പോൾ അതെൻ്റെ ഇന്നത്തെ എൻ്റെ ഊർജ്ജം എന്ന് പറയുന്ന സാധനം. കാരണം ആ എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റും. ഓരോ കാര്യങ്ങളും വ്യക്തത വരുന്നത് നമുക്ക് കണ്ടറിയാം. എനിക്ക് നാളെ ഒന്നുമില്ലെങ്കിൽ എങ്ങനെ ഒരു കുട്ടിയോട് പെരുമാറരുതെന്നുള്ളത് പോലും വളരെ മനോഹരമായിട്ട് എനിക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിലും അന്നൊക്കെ ചില തടസ്സങ്ങളുണ്ട്. ഇന്നത്തെ കാലം പോലെയല്ല. ഇന്നത്തെ കാലം പോലെ ഇത്രയും മനോഹരമായ ഒരു കാലം നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ തലമുറയിൽ എൻ്റെ പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ. അതായത് ഞങ്ങൾ കാളവണ്ടി കണ്ടിട്ടുണ്ട്, കൈവണ്ടി കണ്ടിട്ടുണ്ട്, അതിന് ശേഷമുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മാതൃഭൂമിയിൽ 82 ജോയിൻ ചെയ്യുന്ന സമയത്ത് ഹാൻഡ് കമ്പോസിങ് കണ്ടിട്ടുണ്ട്. ഭീമാകാരമായ ടെലിപ്രിൻ്ററുകൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലൈനോ ടൈപ്പ് പ്രിൻറ്റിങ്, ഓഫ്സെറ്റ് മെഷീൻ, കളർ പ്രിൻറ്റിങ്, കമ്പ്യൂട്ടറൈസേഷൻ വരുന്നു, DTP, അങ്ങനെ തുടങ്ങിയത് ഇപ്പം സോഷ്യൽ മീഡിയ, അല്ലേ? ഇങ്ങനെയുള്ള ഈ മാറ്റത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. ഇത് സ്വാതന്ത്ര്യമാണ്. പണ്ടുണ്ടായിരുന്ന, ഇപ്പോൾ എനിക്ക് ദൂരെയുള്ളൊരു വ്യക്തിയായിട്ട് പണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കത്തെഴുതി വിടണം, അതല്ലെങ്കിൽ ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യാം, അതില്ല എന്നുണ്ടെങ്കിൽ കത്തെഴുത്ത് നിവർത്തിയില്ലെങ്കിൽ നേരിട്ട് പോകണം, അല്ലേ? അപ്പോൾ അത് മാറിയിട്ട് എനിക്കിപ്പോൾ ഇവിടുന്ന് ലോകത്തുള്ള ആരോട്ട് സംസാരിക്കും. ഇത് സ്വാതന്ത്ര്യമല്ലേ? അപ്പോൾ ഇതിൽ കൂടുതൽ ഇത്രയും മനോഹരമായ ഒരു അതാ പറഞ്ഞു, മനുഷ്യരാശി ഉണ്ടായതിനു ശേഷം ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ സാധ്യത കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ സാധ്യത എത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ളതാണോ, എത്രമാത്രം ക്രിയേറ്റീവാണോ,
അത്രമാത്രം ഡിസ്ട്രക്റ്റീവായിട്ടുള്ള സംവിധാനം അവനുണ്ടാവും. അപ്പോൾ അവിടെയാണ് ഈ ക്ലാരിറ്റി വരേണ്ടത്. എങ്ങനെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ക്രിയേറ്റിവിറ്റി വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തലച്ചോറ് മാത്രം പോരാ, അത് നിർമ്മിത ബുദ്ധി ചെയ്തുള്ളൂ. ക്രിയേറ്റിവിറ്റി വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അപ്പോൾ ഇനിയുള്ള വേൾഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ടൂളിൻ്റെ ഒരു അവസ്ഥ എടുത്ത് നോക്കും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ടൂൾ ബട്ട് മനുഷ്യൻ്റെ അവയവങ്ങളോട് സാമ്യമായിരുന്നു. അതായത് 1000 കൈകൾ ചെയ്യുന്ന ഒരു ജോലി ഒരു മെഷീൻ ഒറ്റയടിക്ക് നിമിഷം കൊണ്ട് ചെയ്യും. ഇന്നത്തെ ടൂള്, ഡിജിറ്റൽ ടൂളിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുക. അതിൻ്റെ രൂപം എന്താണ്? തലച്ചോറാണ്. സങ്കല്പത്തിൻ്റെ രൂപമല്ലേ അല്ലേ? അപ്പോൾ സങ്കല്പം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് സാങ്കേതികമായിട്ട് റൊമാൻറ്റിക് പീരീഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. കൽപ്പനയാണ്, വെർച്വൽ റിയാലിറ്റിയാണ്. ഇപ്പം നമ്മളൊരു സ്വിഗ്ഗി ഒരു കുട്ടിയുടെ ഒന്ന് സാധനം ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഓടി വരുന്നത്. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റിയെ നിയന്ത്രിക്കുന്നത് വെർച്വൽ വേൾഡാണ് ഫിസിക്കൽ വേൾഡിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ കാൽപ്പനികമായ സാങ്കേതിക വിദ്യയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടമാണ് കുറച്ചും കൂടി കാൽപ്പനികമായ കാലഘട്ടത്തിനപ്പുറം മനോഹരമായിട്ടുള്ള സംഗതി എന്താണുള്ളത് അല്ലേ? സാർ പറഞ്ഞതിനിടയിൽ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പത്രപ്രവർത്തനം അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനം ആയിരിക്കുന്ന ഒരു സമയത്ത് അനുഭവിച്ച സ്വാതന്ത്ര്യമാണോ അല്ലെങ്കിൽ എഴുത്തുകാരനായിട്ട് മാറിയപ്പോഴാണോ കുറച്ചും കൂടി ഫ്രീഡം ആയിട്ട് എഴുതാൻ പറ്റുന്നുള്ളത്? ഇപ്പം മാധ്യമ പ്രവർത്തനത്തിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള, ആത്മാർത്ഥമായിട്ട് പറയാറുള്ള, അവിടെ വർക്ക് ചെയ്യുമ്പോഴും പറയാറുള്ള സാധനം, ഞാനത് ആഘോഷിക്കുകയായിരുന്നു. മാതൃഭൂമിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ആഘോഷത്തിനായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ ശമ്പളം പറ്റിയിരുന്നു. ഞാനന്ന് അവിടെ പറയാറുണ്ടായിരുന്നു, ഇപ്പം മാധ്യമപ്രവർത്തനത്തിൽ നമ്മുടെ ജോലിയിൽ ഏർപ്പെടുന്നത് ശരിക്കും രതിയിൽ ഏർപ്പെടുന്നത് പോലെ പെടണം എന്ന് പറയുന്നത്. അത് സ്വാതന്ത്ര്യമല്ലേ, രസമല്ലേ? അപ്പോൾ നമ്മൾ രതി എന്ന് പറയുമ്പോൾ സെക്സായിട്ട് കണക്ട് ചെയ്യരുത്. നമ്മൾ ടൈമിനെ എല്ലാം മറന്നൊരു സംഗതിയിൽ നമ്മൾ ഏർപ്പെടുന്നതിനാണ് രതി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ രീതിയിൽ ഞാനത് എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പക്ഷെ ഒരുപാട് തെറ്റിദ്ധാരണകളും അറിവില്ലായ്മകളും ഒക്കെ നമ്മളെ പല ഘട്ടങ്ങളിലും പിടികൂടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ശരാശരി അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ഒരു മാനസികാവസ്ഥയും ഒരു SFIക്കാരൻ്റെയും DYFIക്കാരൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും മാനസികാവസ്ഥയും തമ്മിൽ വ്യത്യാസമില്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാരനെയും BJPക്കാരനെയും എടുത്ത് നോക്കുക, അവരുടെ പാർട്ടികളിൽ വ്യത്യാസമുള്ള സമീപനം എല്ലാം ഒന്ന് തന്നെയാണ്. ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ കൗണ്ടർ പ്രസ്താവന ഇറക്കുക. ഒരു ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ നിഷേധിച്ചുകൊണ്ട് ആരോപണം ഇറക്കുക, കഴിഞ്ഞ പരിപാടി. അപ്പം ഇങ്ങനെയുള്ളതിനെ വാർത്തയായിട്ട് കാണുന്ന മാധ്യമവും വന്നു. ഇപ്പം മാധ്യമങ്ങൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറില്ല, ഇന്നത് വിവാദമാകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ജേർണലിസ്റ്റ് ഒരിക്കലും എഴുതാൻ പാടില്ലാത്ത സംഗതിയാണ് വിവാദം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വിവാദം വരുന്നത്? ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ പിതൃത്വത്തിൻ്റെ സംബന്ധിച്ചിട്ടൊരു സംശയം വരുന്നു. ഒരു 25 കൊല്ലത്തിന് മുമ്പാണെങ്കിൽ അത് വിവാദം. പണ്ട് നമ്മൾ സിനിമയിലൊക്കെ പറയുമല്ലോ, തിലകനൊക്കെ പറയുന്നുണ്ട്, അമ്മ ആരെ ചൂണ്ടിക്കാണിക്കുന്നുവോ അവരാണ് അച്ഛൻ. ഇപ്പൊ അമ്മ ചൂണ്ടിക്കാണിച്ചാൽ പോയി പണി നോക്കാൻ പറയും അല്ലേ? സിമ്പിൾ DNA ടെസ്റ്റ്. പിന്നെ വിവാദം ഉണ്ടോ? ഇല്ല. അവിടെ എന്ത് വന്നു? വസ്തുത വന്നു, ഫാക്റ്റ് വന്നു. അപ്പോൾ ഫാക്റ്റ് നമുക്ക് അവൈലബിൾ ആകാതെ വരുമ്പോഴാണ് വിവാദം വരുന്നത്. അതുകൊണ്ടാണ് ഫാക്ട്സ് ആർ സീക്രട്ട്. അപ്പോൾ നമ്മളൊരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് വിവാദം ആണ് എന്നും പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുകയും ഇത് വിവാദത്തിനെ വാർത്തയാക്കുകയും ചെയ്യുന്നത് മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും വന്ന ആ ഒരു ഫാക്ട്സ് കണ്ടെത്താൻ പറ്റാത്ത ഒരു ഗതികേടിൽ നിന്നാണ് ഈ വിവാദം ഉണ്ടാകുന്നത്. യു അഗ്രി ഓർ നോട്ട്? യെസ്, ഷുവർ. ഞാൻ ചോദിച്ചപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചിരുന്നു. അതായത് ഇപ്പൊ എഴുത്തുകാരനായിട്ട് എഴുതുമ്പോഴാണോ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അതോ എഴുത്തെന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായൊരു സംഗതിയാണ്. എഴുത്തെന്ന് പറഞ്ഞ സംഗതി നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ചില സന്ദർഭങ്ങളിലൂടെ ചിലത് ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരികയും അത് എഴുതണമെന്ന് തോന്നുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും തലകൊണ്ട് എഴുതുന്ന പ്രക്രിയയില്ല. ഞാൻ എഴുതാനിരിക്കുന്നു, എഴുതുന്നു, അതെന്ത് വരുന്നു എന്നുള്ള കാര്യം പോലും ഞാൻ ചിന്തിക്കാറില്ല. അപ്പോൾ ആ രീതിയിൽ എഴുതി പോകുന്നതാണ് നമ്മുടെ ഒരു റൈറ്റിംഗ്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ എഴുതാനിരിക്കുന്ന സമയത്ത് എഴുതി തുടങ്ങിയ ശേഷം എഴുതി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിപ്പോകും, ഇത് നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ചതല്ലല്ലോ എന്ന് വരും. മനസ്സിലല്ലേ? അത് എഴുത്തിൻ്റെ ഒരു മേഖലയാണ്. മാധ്യമപ്രവർത്തനം തന്നെ അതല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പത്രത്തിലോ അല്ലെങ്കിൽ ഒരു ടെലിവിഷനിലോ വർക്ക് ചെയ്യുമ്പം വാർത്ത എന്താണെന്ന് ധാരണ വേണം, എന്താണ് കൊടുക്കേണ്ടത്, എന്താണ് കളക്ട് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ. അപ്പോൾ ഇതിനെ നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ രണ്ടും ഈ പറഞ്ഞ പോലെ എന്നെ എഴുതാനെന്ന് പ്രേരിപ്പിക്കുന്നത് എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതമാണ്. അങ്ങനെയാണെങ്കിൽ തുറന്നെഴുത്തുകൾ, അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ സാറ് തുറന്നെഴുതുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ഒരു പക്ഷേ മാധ്യമപ്രവർത്തനം ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ തുറന്നെഴുതാൻ കഴിയുമായിരുന്നോ?
തീർച്ചയായിട്ടും എഴുതാവുന്നതേ ഉള്ളൂ. കാര്യം അതിനകത്ത് ഒരവസ്ഥയെക്കുറിച്ച് എഴുതുമ്പോൾ ആ അവസ്ഥ എന്താണെന്ന് എഴുതുന്നു, അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ ഇന്നതാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്ന സാധനം. അപ്പോൾ അത് ഇപ്പോൾ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കുകയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കും. ഓഫ് കോഴ്സ് ചിലപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേറൊരാളൊരു മോശം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് മോശമാണ് എന്ന് നമ്മുടെ കാഴ്ചപ്പാട്, അത് എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് മുഴുവൻ ശരിയാവണമെന്നുള്ള ആ, ഇതില്ല. എൻ്റെ കാഴ്ചയിലൂടെ, എൻ്റെ തെളിച്ചത്തിലൂടെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാനത് പറയുന്നു. അത് വേണമെങ്കിൽ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചത് നമുക്കത് മനസ്സിലായി കഴിഞ്ഞാൽ തിരുത്തുകയും ചെയ്യാവുന്നേ ഉള്ളൂ. രണ്ടും സാറ് സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെയാണ് ചെയ്തത്. ചെയ്യുന്നത്. ഒപ്പം തന്നെ എന്നെങ്കിലും ഈ മാധ്യമ പ്രവർത്തനം ആ ഒരു സമയത്ത് അല്ലെങ്കിൽ പത്രപ്രവർത്തക സമയത്ത് സാറിന്റെ മനസ്സിന് പറ്റാത്ത അല്ലെങ്കിൽ എനിക്കിത് കഴിയില്ല എന്ന് തോന്നിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം തോന്നിയിട്ടുണ്ട്. ശരി, തുടക്കകാലത്ത്. എന്തായിരുന്നു? ഉദാഹരണത്തിന് ഈ ഞാൻ 80കളുടെ മധ്യത്തിലാണ് ശരിക്കും റിപ്പോർട്ടിങ്ങിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ നയിക്കുന്നത് എങ്ങനെ നല്ല വാർത്തകൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എഴുതുന്ന സംഗതികൾ മറ്റൊരാളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും, അയാൾക്ക് എന്തെല്ലാം വിഷമങ്ങളുണ്ടാവും, അയാളുടെ കുടുംബത്തെ എങ്ങനെ ബാധിക്കും, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. വെച്ച് കത്തിക്കൽ തന്നെയാണ്. അതേപോലെ തന്നെ ഞാൻ 84 ദൂരദർശൻ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ മാതൃഭൂമിയിൽ സ്ഥിരമായിട്ട് റിവ്യൂ എഴുതും, അതിന് ചിത്രഭൂമിയിലൊക്കെ എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാനെന്ന് വെച്ചാൽ ഈ എന്താ പറയുക, കത്തി കൊണ്ട് ആൾക്കാരുടെ നെഞ്ചിൽ കുത്തുനിണക്കുള്ള രീതിയിലുള്ള എഴുത്തായിരുന്നു. ഒരുപാട് ആരാധനാ കത്തുകളും വരുന്നുണ്ട് ഈ ഈ എഴുത്തിന്. ഞാൻ മീനു എന്ന് പറയുന്ന ഒരു പേരിലാണ് തിരിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര ഇതുണ്ട്. പിന്നെ ശനിയാഴ്ചയും ഇത് സാധനം വരും. ദൂരദർശനിലെ വാർത്ത വായിക്കുന്ന ആൾക്കാർ ചിലരുടെ വായനകളൊക്കെ മോശമാകുമ്പോൾ അല്ലെങ്കിൽ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോഴൊക്കെ കൊല വിളിക്കുക എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്തിൽ നിർദ്ദയം എഴുതാറുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ ഒരു പരിമിതമായ ഒരു ലോകത്ത് നിന്നുകൊണ്ട് ഞാനൊരു സംഗതിയെ വിലയിരുത്തുമ്പോഴുണ്ടാവുന്ന ആ പരിമിത ബോധത്തിൽ നിന്ന് വന്ന ആ ഒരു തള്ളിച്ചയാണ് ആ എഴുതിയ എഴുത്തുകൾ എന്നുള്ളതാണ്. അവസാനം ദൂരദർശനിൽ നിന്ന് രുക്മിണി എന്ന് പറയുന്ന ഇവിടുത്തെ ഡയറക്ടർ വരികയും അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ മാനേജ്മെൻറ്റിൽ പോയി പരാതി പറയുകയും ആ പരാതിയെ തുടർന്ന് മനസ്സില്ലാ മനസ്സോടെ മാനേജ്മെൻറ്റ് എന്നെ ചെന്നൈയിലേക്ക് നാടെടുത്തേൻ വേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് ചെയ്തത് അങ്ങേയറ്റത്തെ എന്താ പറയുക, കണ്ണിൽ ചോരയില്ലാത്ത പരിപാടിയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നമ്മളെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതേ സ്ഥാപനം നമുക്ക് സ്വാതന്ത്ര്യം. അവിടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രശ്നമല്ല വരുന്നത്. ഇവിടെ ഓരോ മാധ്യമ പ്രവർത്തകനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രീതി ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന, മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലും നമ്മളുടെ കാഴ്ചപ്പാടിൽ എവിടെയെങ്കിലും കുരുങ്ങി കിടപ്പുണ്ടെങ്കിൽ പ്രാഥമികമായിട്ട് ആ കാഴ്ചപ്പാടിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വന്നിട്ട് നമുക്ക് മറ്റുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുന്നുള്ളതാണ്. ഹൃദയം കൊണ്ടും കൂടി ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് വളരെ പിന്നെ സങ്കടകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ ഇവിടെ എഴുത്ത് കാരണം കൊണ്ട് ചെന്നൈക്ക് നാട് വിട്ടൊരവസ്ഥ. കാര്യം അന്ന് ഈ കേബിൾ TV ഒന്നും കേരളത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നൈയിൽ ഞാൻ പോയി മലയാളം ടെലിവിഷൻ കാണില്ലല്ലോ എന്ന് വിചാരിച്ച് ചെന്നൈയിലേക്ക് പറഞ്ഞു വിട്ടാണ് ചെയ്തത്. അന്ന് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ല, അതൊക്കെ ഇതല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിനുശേഷം മാനേജ്മെന്റ് പോലും എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ വേണ്ടിയിരുന്നില്ല, പക്ഷെ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞത്. ഇതേപോലെ തന്നെ എഴുതിയതിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയതിനകത്ത് ഒരുപാട് സന്തോഷം തോന്നി അല്ലെങ്കിൽ അത്രയും അധികം ആത്മാഭിമാനം തോന്നിയ ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് സംഗതികൾ വരുമല്ലോ സ്വാഭാവികമായിട്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന അങ്ങനെ കുറേ സംഗതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ EMSൻ്റെ 84ാം ജന്മദിനം സംബന്ധിച്ചിട്ട് അപ്പം എൻ്റെ അടുത്തൊരു റൈറ്റപ്പ് തയ്യാറാക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്ഥിരമായിട്ട് EMSനെ പോയി കാണുന്നത് എന്നാൽ ട്രിവാൻഡ്രത്ത് ഞാൻ മാതൃഭൂമിയുടെ ലേഖകനാണ്. അപ്പോൾ EMSൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി മുകുന്ദനുണ്ട്, വളരെ നല്ല മനുഷ്യൻ. അപ്പോൾ EMSൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ആവാതെ കൃത്യമായിട്ട് വരണം. എവിടെയെങ്കിലും അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും പാളിച്ചകളോ മാറ്റങ്ങളോ വന്നു കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും അദ്ദേഹം അവർക്ക് കൊടുക്കത്തില്ല സാധനം. നല്ല ഓർമ്മശക്തിയൊക്കെയുള്ള മനുഷ്യനല്ലേ അദ്ദേഹം. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഈ പറഞ്ഞ പോലെ ചെവി കേൾക്കാത്ത ഇച്ചിരി പുറകിലോട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. EMSനും ചെവി ഇത്തിരി പുറകിലോട്ടാണ്. എനിക്ക് അവരോടൊക്കെ സംസാരിച്ചിട്ടുള്ള ശീലമൊക്കെ ഉള്ളതുകൊണ്ട് EMSനോടൊക്കെ സംസാരിക്കുമ്പോൾ ആ ഒരു പിന്നെ രീതിയിൽ സംസാരിക്കാനും
പിന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ ഒരിക്കലും വളരെ അപൂർവത്തെ കുറിച്ചെടുക്കാറുള്ളൂ. കുറിച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും EMSൻ്റെ സംഗതികൾ പറയുന്നത് ചിലപ്പം ഡിസ്റ്റോർഡായി പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ടാണ് ഞാൻ EMSൻ്റെ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് കാരണം ഈ തെറ്റുകൾ വരാത്ത കാരണം എപ്പോൾ കാണണമെന്നുണ്ടെങ്കിലും മുകുന്ദൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ 84-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിനോട് അനുബന്ധിച്ചിട്ട് ഇപ്പം ഞാനവിടെ ചെന്നു. ഞാനും എൻ്റെ കൂടെ ഫോട്ടോഗ്രാഫർ ബിന്നുലാലുണ്ട്. അപ്പോൾ ഇദ്ദേഹം രാവിലെ ഈ സ്റ്റേഷനറി സൈക്കിളിൽ നിന്ന് ചവിട്ടും നേരെ ഏർപ്പാടുണ്ടെന്നറിയാം. അപ്പം ഞാൻ ചോദിച്ചു സൈക്കിളിലൊന്ന് കയറാമോ എന്ന് ചോദിച്ചു. അപ്പോൾ EMSനെ കുറിച്ചിട്ട് പലർക്കും പേടിയാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ. എന്നെ സംബന്ധിച്ചിട്ട് ആ ഒരു സംഗതി ഉണ്ടാവില്ല. കാരണം EMSനെ അപ്പോഴത്തേക്ക് ഞാനും എൻ്റെ ട്രാക്ക് മാറിയിട്ടുണ്ട്. ഈ പഴയപോലുള്ള ആ എഴുത്തിൽ നിന്നൊക്കെ മാറി ഞാൻ എന്നെ കുറിച്ചൊക്കെ നോക്കി തുടങ്ങിയൊരു സമയം കൂടെയായിരുന്നു. EMSനോട് എനിക്ക് ആ സമയത്ത് എന്തും ചോദിക്കാവുന്നുള്ളൊരവസ്ഥ നമുക്ക് വരും. അവിടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഒന്നുകിൽ EMS പറയും എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ പറ്റില്ല. അല്ലാതെ EMSനെ ഇൻസൾട്ട് ചെയ്തു ഈ ചോദ്യം എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ എന്നൊന്നും ഒരിക്കലും EMS ചോദിക്കത്തില്ല. EMSന് യാതൊരു വികാര വിക്ഷോഭവും ഇല്ലാതെ അതിന് മറുപടി പറയും. അതെനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിൽ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒന്ന് കയറാമോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ആര്യാന്തർജനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറുന്ന അമ്മയും പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ EMS ഒരു ശംഖുമാർക്ക് കയ്യിൽ മുണ്ടും ബനിയനുമായിട്ടിരുന്നത്. അപ്പോൾ അങ്ങ് ഉടുപ്പിടാൻ പറഞ്ഞു. അമ്മ പറഞ്ഞ ശേഷം ഉടുപ്പിടാൻ പറഞ്ഞു. ഉടുപ്പിട്ട് അദ്ദേഹം കയറി വന്നു, സൈക്കിളിൽ കയറി, ചവിട്ടി, ബിന്നുലാൽ ഫോട്ടോ എടുത്തു. അവസാനം ചവിട്ടിക്കൊണ്ട് മതിയോ എന്ന് ചോദിച്ചു. മതിയെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ മാതൃഭൂമിയിൽ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുന്ന EMS എന്നും പറഞ്ഞിട്ട് വളരെ നീണ്ട ഒരു റിപ്പോർട്ട് ഈ പടം സഹിതം കൊടുത്തു. അതിനുശേഷം ഈ പടം വളരെയധികം പ്രചാരത്തിലായ ഒരു ചിത്രമാണ്. അതിനുശേഷം മറ്റു പലരും പോയിട്ട് ഈ പടം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുന്ന EMS എന്നുള്ള സാധനം ഞാൻ ആ സമയത്തൊക്കെയാണ് അത്യാവശ്യം ഈ ഉപദേശത്തുകളിലേക്കൊന്ന് കൈവച്ച് ഒന്ന് പഠിച്ചു കളയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ എന്തെങ്കിലും പുതിയ സാധനം പഠിക്കുമ്പോൾ ഭയങ്കര അത്യാവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഉപദേശത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ EMSനെ ഒന്ന് സ്റ്റഡി ചെയ്ത് ആ നിർവികാരത്വം EMSൻ്റെ ഒരു 4-5 ഫേസസ് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ മരുമകൻ മിസ്റ്റർ ഗുപ്തൻ എന്നെ വിളിക്കുകയും അദ്ദേഹത്തിന് നന്നായിട്ട് ഈ ഇൻ്റർവ്യൂ ഈ ഒരു റിപ്പോർട്ട് ഇഷ്ടപ്പെടുകയെന്ന് പറയുകയും പിന്നീട് അന്ന് ബാങ്ക് എംപ്ലോയി സ്റ്റുഡൻറ്റ് ഹാളിൽ നടന്ന മീറ്റിങ്ങിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EK നായർ ഈ പത്രമൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുകയൊക്കെ ചെയ്തത്. അതായത് മാതൃഭൂമി പണ്ട് കമ്മ്യൂണിസ്റ്റിനെതിരെ എഴുതിയിരുന്നു, ഇപ്പം കണ്ടില്ലേ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ നായനാർ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു രസകരമായ, നമുക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസകരമായ ഒരു സംഗതിയാണ്. ഈ പ്രൊഫഷനോട് തന്നെ നമുക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുന്ന ചില സന്ദർഭങ്ങളാണ്. അപ്പം അന്ന് ഞാൻ ഈ പത്രത്തിൽ ചിത്രം വന്നതിൻ്റെ അന്ന് രാവിലെ മനോരമയുടെ ഫോട്ടോഗ്രാഫർ ജയചന്ദ്രനുണ്ട്. ജയചന്ദ്രൻ എന്നെ വിളിച്ച് പറയുകയാണിത് പടം കണ്ട് ഞാൻ ആകെ ഇതായിപ്പോൾ, എൻ്റെ മനസ്സിലിതുണ്ടായിരുന്നു, വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. EMSൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു പ്രയാസം കൊണ്ടായിരുന്നു ഇതുവരെ അപ്രോച്ച് ചെയ്യാറുന്നത്. കരുണാകരനായിരുന്നെങ്കിൽ എന്നെടുത്തു എന്ന് ഞാൻ ചോദിച്ചാൽ മതിയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പ്രൊഫഷൻ നമുക്ക് തരും. സ്വാതന്ത്ര്യ ദിനത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻ കൂടി ആയിക്കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയും നല്ല കഥകളൊന്നും ഞങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. അപ്പം അത്രയും നല്ല സ്റ്റോറീസ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഒപ്പം തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം തുടങ്ങണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സാറിൻ്റെ വീട്ടിലത്തെ സ്വാതന്ത്ര്യം ഇങ്ങനെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പുതിയ തലമുറകൾ ഒരു വീട്ടിലുണ്ടാവേണ്ട സ്വാതന്ത്ര്യം എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതി നമ്മൾ ആ ഒരു വാക്കിനകത്ത് നമ്മൾ വല്ലാണ്ട് കുടുങ്ങി പോകരുത്. ഇപ്പം ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം എൻ്റെ മകളും മകനുമുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങളിങ്ങനെ ജീവിക്കണം, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യരുത് എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ അത് ഉപദേശം കൊണ്ട് ആരും നന്നാവത്തില്ല, നന്നായിട്ട് ചരിത്രവും ഇല്ല. നമ്മളെങ്ങനെ ജീവിക്കുന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം ഞാനിപ്പോൾ ഞാൻ മാധ്യമ പ്രവർത്തന പ്രൊഫഷനിലായിരുന്നു. ഞാൻ ഏതാണ്ട് ഒരു 19 വയസ്സ് തൊട്ട് തന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നന്നായിട്ട് മദ്യപിക്കുന്നവരാണ്. എന്തുകൊണ്ടും എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. അല്ലാതെ പ്രത്യേകിച്ച് ആശയ പിടിമുറുക്കം കൊണ്ടൊന്നുമല്ല. എനിക്ക് അതിനേക്കാൾ രസം മദ്യപിക്കാതിരിക്കുന്നതാണ്. അവരുടെയൊക്കെ കൂടെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ മകളുടെ അടുത്തും മകൻ്റെ അടുത്തും മദ്യപിക്കരുതെന്നും നമ്മൾ പറയാറില്ല, മദ്യപിച്ചൂടാന്നും പറയാറില്ല. അതൊക്കെ അവരുടേതായ താല്പര്യങ്ങൾ. പക്ഷെ ഞാൻ മദ്യപിക്കാറില്ല. അതേപോലെ ഇപ്പം നമ്മളൊരു വൃത്തികേടിൽ ഏർപ്പെടാതിരിക്കുക, നമ്മൾ അത്യാവശ്യം
നമ്മൾ ജീവിക്കുന്നതിനൊക്കെ ജീവിച്ചു പോവുക. അവരവരുടെ വ്യത്യസ്തരാണ് അവർ പ്രത്യേക കാലഘട്ടത്തിലും പ്രത്യേക കാലത്തിലുമാണ് അവർ ജീവിക്കുന്നത്. അവരുടേതായ പ്രത്യേക കാഴ്ചപ്പാടുകൾ അതനുസരിച്ച് അവർ ജീവിക്കുന്നു. അത്രേ ഉള്ളൂ അതിനകത്ത്. വളരെ സിംപ്ലിഫൈ ആയിട്ട് പറഞ്ഞു. വളരെ സിമ്പിളാണത്. അല്ലാതെ മറിച്ച് എൻ്റെ മകള് ഇപ്പോൾ ചിലരുണ്ട്, ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളുടെ അടുത്ത് പറയാറുള്ള സാധനമാണ്. അപ്പോൾ അവർ ഇപ്പം നമ്മൾ കല്യാണം കഴിക്കുന്നത് വയസ്സ് ചെയ്യുന്ന കാലത്ത് എന്തെങ്കിലും വെള്ളം തിളപ്പിച്ച് തരാനായിട്ടാണ് പലരും കല്യാണം കഴിക്കുന്നത്. കുട്ടികൾ വയസ്സ് ചെയ്യുന്ന കാലത്ത് നമ്മളെ സംരക്ഷിക്കും. അതൊക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികൾ നോക്കിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും, അവർ നേരിടുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും. അവർ നോക്കുകയാണെങ്കിൽ വളരെ സന്തോഷം, അത് ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഭാവിയെ വരുന്ന കാര്യങ്ങളാണ്. അത് എങ്ങനെയാണോ നമ്മൾ ഓരോ നിമിഷം എമർജ് ചെയ്യുന്നത്, ആ എമർജ് ചെയ്യുന്ന വിഷയത്തിലേക്ക് നമ്മൾ നോക്കുമ്പം തന്നെ അതിനുള്ള പരിഹാരം പകുതിയിലേറെ കിട്ടിക്കഴിഞ്ഞു. മറിച്ച് നമ്മളിപ്പോഴും ഈ പറഞ്ഞ ഇത്ര വയസ്സാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ, ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകുമോ, അതല്ലെങ്കിൽ ഇപ്പം ചെറുപ്പക്കാരെ പിള്ളേർ പോലും ഞാൻ ഇപ്പം സമ്പാദിച്ച് വെച്ചിരിക്കുകയാണ്, ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് മരുന്നിനും മറ്റു ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടെന്ന് കുറേ കൊച്ചു കുട്ടികൾ പോലും ഇപ്പോഴേ സേവ് ചെയ്യുന്നുണ്ട്. ഞാനത് തെറ്റാണെന്നോ ശരിയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ആ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇപ്പം കിടന്ന് വെറുതെ കിടന്ന് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. പ്രസന്റ്ലി ജീവിച്ചു. ജീവിതം പ്രസന്റിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ മെമ്മറിയിലല്ല. ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു നിമിഷം, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു എത്രയോ മണിക്കൂർ നമ്മൾ തമ്മിൽ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പം ജീവിതം എന്ന് പറയുന്ന സാധനം, ജീവിതത്തിൻ്റെ മറ്റൊരു പേരാണ് പ്രസൻറ്റ് അല്ലെങ്കിൽ വർത്തമാനം എന്ന് പറയുന്ന സാധനം. അതാണ് സ്വാതന്ത്ര്യം. എന്നെ സംബന്ധിച്ച സ്വാതന്ത്ര്യം അതാണ്. ഇപ്പം നാളെ ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു പ്രശ്നമുണ്ട്, അയ്യോ എങ്ങനെയാണെന്നുള്ള ചിന്ത വന്ന് ഞാൻ അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാവും. അപ്പം എൻ്റെ സ്വാതന്ത്ര്യം പോയി. ഇന്നത്തെ ദിവസം കൂടി പോയി.